2 ദിവസത്തെ EMSന്റെ ലോകം ദേശീയ സെമിനാറിന് മലപ്പുറം മഞ്ചേരിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വർഗീയ ശക്തികൾ മറയില്ലാതെ അഴിഞ്ഞാടുന്ന കാലത്ത് ജാഗ്രതയോടെ ഇരിക്കണമെന്നും കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾക്ക് വിട്ടുകൊടുക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. EMS സ്മാരക പഠന ഗവേഷണ കേന്ദ്രമാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സെമിനാറിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. RSS ആണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും ഭാരതീയമായ ഒരു പൈതൃകവും BJP പിന്തുടരുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസ് മതേതരമെന്ന് അവകാശപ്പെട്ടാൽ മാത്രം പോരെന്നും വർഗീയതയെ ചെറുക്കാനുള്ള കരുത്തു വേണമെന്നും പിണറായി ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾക്ക് വിട്ടുകൊടുക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ എന്താണ് എന്ന് ചില മാനേജ്മെന്റുകൾക്ക് തോന്നുന്നു. പൊതുവിദ്യാലയത്തിന് എയ്ഡഡ് സ്കൂളും കൂടും. ആ എയ്ഡഡ് സ്കൂള് ആ സ്ഥലം വിറ്റാൽ ലക്ഷക്കണക്കിൽ രൂപ കിട്ടും. ലക്ഷക്കണക്കിൽ രൂപ ഒരു സെന്റ് തന്നെ ഉണ്ടല്ലോ. അപ്പൊ റിയൽ എസ്റ്റേറ്റ് താല്പര്യം വരികയാണ്. ഇവിടെയാണ് ഇപ്പോ സംസ്ഥാന ഗവൺമെന്റ് ഒരിടപെടൽ നടത്തുന്നത്. അത്തരത്തിൽ സ്കൂളുകൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. നിയമപരമായി തന്നെ അക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട്. EMS അനുസ്മരണ പ്രഭാഷണം പ്രഭാത് പട്നായിക് നിർവഹിച്ചു. ചടങ്ങിൽ പാലൊളി മുഹമ്മദ് കുട്ടി, CP നാരായണൻ MP, EN മോഹൻദാസ്, PP വാസുദേവൻ തുടങ്ങിയവരും പങ്കെടുത്തു. സെമിനാറുകളിൽ സുനിൽ P ഇളയിടം, KEN തുടങ്ങി പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. സമാപന സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. CPIM മന്ത്രിമാർക്ക് പാർട്ടി നേതൃത്വം മാർഗനിർദ്ദേശങ്ങൾ നൽകിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മന്ത്രിമാർ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കണം. പാർട്ടി അധികാര കേന്ദ്രമായി മാറില്ല. വർഗീയതയെ ശക്തമായി നേരിടും. LDFനെ പിന്തുണച്ചതുകൊണ്ടാണ് കാന്തപുരത്തെ ലീഗ് ഭീഷണിപ്പെടുത്തിയതെന്നും കോടിയേരി പറഞ്ഞു. 2 ദിവസമായി ചേർന്ന CPIM സംസ്ഥാന കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി ഒരു അധികാര കേന്ദ്രമാവുന്ന അവസ്ഥയുണ്ടാവരുത്. ജനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി ഘടകങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഇന്ന് അധികാരം സ്ഥാനത്താണ് ഇടതുപക്ഷ മുന്നണി എന്നതുകൊണ്ട് വന്നുചേരാനിടയുള്ള ചില പ്രശ്നങ്ങളിൽ ചില കരുതലുണ്ടാവണം. പാർട്ടി ഒരു അധികാര കേന്ദ്രമായി മാറാൻ പാടില്ല. പാർട്ടി ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. മന്ത്രിമാർക്കുള്ള പെരുമാറ്റച്ചട്ടവും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് കൈക്കൊണ്ടു. മന്ത്രിമാരുടെ പ്രവർത്തനം ജനങ്ങളുടെ ഓഡിറ്റിന് വിധേയമാണെന്ന് മന്ത്രിമാർ ഓർക്കണം. LDF മന്ത്രിമാർ ഒന്നിച്ചു നിൽക്കണം. നയതീരുമാനങ്ങൾ ചർച്ച ചെയ്ത് മാത്രമേ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. ജനങ്ങളിൽ നിന്ന് മന്ത്രിമാർ അകന്നു പോവാൻ പാടില്ല. LDF 3ാം സ്ഥാനത്ത് പോയ മണ്ഡലങ്ങളിൽ പാർട്ടി പരിശോധന നടത്തും. LDFനെ സഹായിച്ചതിന്റെ പേരിൽ കാന്തപുരത്തെ ലീഗ് ഭീഷണിപ്പെടുത്തുന്നു. കോൺഗ്രസുകാർ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന AK ആന്റണിയുടെ പ്രസ്താവന പ്രതിപക്ഷം നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ പോകുന്നു എന്നതിന്റെ സൂചനയാണെന്നും കോടിയേരി ആരോപിച്ചു. CPIMന്റെ അംഗസംഖ്യ 4,49,434 ഉയർന്നുവെന്നും കോടിയേരി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. S. ജീവൻകുമാർ, തിരുവനന്തപുരം. പുതിയ സർക്കാരിന്റെ നടപടികൾ ശുഭസൂചകമെന്ന് VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടി ഭരണ സംവിധാനത്തെ EGN തൊഴുത്താക്കി മാറ്റി. അത് കഴുകി വൃത്തിയാക്കി മാറ്റുകയാണ് പുതിയ സർക്കാർ. 2 ആഴ്ചത്തെ ഭരണ നടപടികൾ ഇതിന് തെളിവാണെന്നും VS പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ ചവിട്ടിമെതിച്ച ഒരു EGN തൊഴുത്താക്കിയ ഭരണ സംവിധാനം കഴുകി വൃത്തിയാക്കുവാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോഴത്തെ LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ സർക്കാർ കൈക്കൊണ്ട നടപടികൾ ഇതിന് തെളിവാണ്. ആരോഗ്യ വിദ്യാഭ്യാസ പൊതുവിതരണ രംഗങ്ങളിലൊക്കെ ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ശുഭസൂചനകൾ നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഉംറ തീർത്ഥാടനത്തിന് പോയ 2 മലയാളികൾ സൗദിയിൽ വാഹനാപകടത്തിൽ മരിച്ചു. വിവരങ്ങൾ നൽകാൻ ജമാൽ ചേരുന്നുണ്ട് ദുബായിൽ നിന്നും. ജമാൽ, ആരൊക്കെയാണ് മരിച്ചത്? ഒപ്പം തന്നെ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരും മലയാളികളാണോ? ഇവരെ എവിടെയൊക്കെയാണ്, ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? മനു, ദമാമിൽ നിന്നും ഉംറക്ക് പുറപ്പെട്ട മലയാളികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടാണ് 2 മലയാളികൾ മരിച്ചത്. കൊല്ലം ചവറ സ്വദേശി മുസമ്മിൽ, കായംകുളം സ്വദേശി നാദിർ ഷാ എന്നിവരാണ് മരിച്ചത്. മക്കൾക്ക് സമീപം ഏതാണ്ട് 120 കിലോമീറ്റർ അകലെയുള്ള ഖുലേസ് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം നടന്നത്. 8 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 7 പേർ മലയാളികളും ഒരാൾ ഉത്തർപ്രദേശ് സ്വദേശിയുമാണ്. 2 പേർ അപകടത്തിൽ മരിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ദമാമിൽ നിന്നും പുറപ്പെട്ട 8 അംഗ സംഘം മദീന സന്ദർശനത്തിന് ശേഷം
ഉംറ നിർവഹിക്കാനായി മക്കയിലേക്ക് പോവുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കൾക്ക് ഈ 120 കിലോമീറ്റർ അകലെ ഖുലൈസ് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം നടന്നത്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. 5 പേർക്ക് കാര്യമായ പരിക്കുകളില്ല. ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ഉംറ തീർത്ഥാടനത്തിന് പോയ 2 മലയാളികൾ മക്കയ്ക്ക് 120 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു.